Cambridge English 365 days. 1 minute vocabulary. Oxford 3000 എന്ന ഡിക്ഷണറിയിൽ നിന്നും സെലക്ട് ചെയ്ത 3000 വാക്കുകളിൽ നിന്നും വീണ്ടും സെലക്ട് ചെയ്ത് 5 വാക്കുകൾ വെച്ച് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ഏറ്റവും ആദ്യത്തെ വാക്ക് നമുക്ക് പഠിക്കാം. ചാർട്ട് എന്ന വാക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാർട്ട് നൗണായി വരുമ്പോൾ നമുക്കറിയാം ചാർട്ട് നൗണായിട്ട് വരുമ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ഈ ചാർട്ട് വെർബായിട്ട് വരുമ്പോൾ പട്ടിക നിർമ്മിക്കുക, ചാർട്ട് നിർമ്മിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ടു ഷോ സംതിങ് ഓൺ എ ചാർട്ട്. ചാർട്ടിൻ്റെ 4 ഫോംസ് നമുക്കവിടെ കാണാൻ സാധിക്കും. ചാർട്ട്, ചാർട്ടഡ്, ചാർട്ടഡ്, ചാർട്ടിങ്. നമുക്ക് സെൻറ്റൻസ് വായിക്കാം. We need some sort of graph on which we can chart our progress. We need some sort of graph. നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഗ്രാഫ് വേണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏത് തരത്തിലുള്ള ഗ്രാഫ്? ഓൺ വിച്ച് വി ക്യാൻ ചാർട്ട് അവർ പ്രോഗ്രസ്. നമ്മുടെ പ്രോഗ്രസ് ചാർട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫ് വേണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. The second word is chase. പിന്തുടരുക എന്നാണ് അർത്ഥം. To hurry after someone or something in order to catch them. 4 ഫോംസ് നമുക്കവിടെ കാണാൻ സാധിക്കും. chase, chased, chased, chasing. നമുക്ക് സെൻറ്റൻസ് വായിക്കാം. He chased after the burglar but couldn't catch him. burglar എന്ന് പറഞ്ഞാൽ മോഷ്ടാവ് എന്നാണ് അർത്ഥം. അവൻ മോഷ്ടാവിനെ പിന്തുടർന്നെങ്കിലും അവനെ പിടിക്കാൻ സാധിച്ചില്ല എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. നമുക്കിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗ്രാമർ ഐഡിയ നമുക്കൊന്ന് നോക്കണം. കുഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ സാധിച്ചില്ല എന്നൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുഡിൻറ്റ് എന്ന ഫോം ഉപയോഗിച്ചത്. കുഡിൻറ്റ് എന്ന വെർബിന് ശേഷം കുഡിൻ എന്ന മോഡൽ ഓക്സിലറിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ക്യാച്ച്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ റീസൺ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹി ചേസ്ഡ് വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാസ്റ്റ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിച്ചത്. നമുക്ക് മൂന്നാമത്തെ വാക്ക് കാണാം. ചാറ്റ് എന്നാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള വെർബുകളാണ് ചിലതൊക്കെ, എങ്കിൽ കൂടി ഒരു പ്രാവശ്യം നമ്മളത് കാണണം. കാരണം ഏത് രീതിയിലാണ് നമ്മളത് സംഭാഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്, സെൻറ്റൻസുകളിൽ എങ്ങനെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു പുതിയ സെൻറ്റൻസ് എങ്കിലും പഠിക്കാൻ സാധിക്കും. ചാറ്റ്, ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ടു ടോക്ക് ടു സംവൺ ഇൻ എ ഫ്രണ്ട്ലി ഇൻഫോർമൽ വേ. ചാറ്റിൻ്റെ 4 ഫോംസും നമുക്ക് കാണാം. ചാറ്റ്, ചാറ്റഡ്, ചാറ്റഡ്, ചാറ്റിംഗ്. വാട്ട് വർ യു ചാറ്റിംഗ് അബൌട്ട്? എന്താണ് നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇതൊക്കെ നമുക്ക് ഉപകാരമുള്ള സെൻറ്റൻസ് ആണ്. ദ ഫോർത്ത് വേർഡ് ഈസ് ചീറ്റ്. വഞ്ചിക്കുക എന്നാണ് അർത്ഥം. To behave in a dishonest way in order to get what you want. നമുക്ക് 4 ഫോംസ് നോക്കാം. cheat, cheated, cheated, cheating. He cheats at cards. ഈ പ്രിപ്പോസിഷൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചീട്ട് കളിയിൽ അവൻ വഞ്ചിക്കാറുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ചീട്ട് കളിയിൽ എന്ന് വെച്ചപ്പോൾ നമ്മളവിടെ ഇന്നല്ല വെച്ചത്, അറ്റാണ് വെച്ചത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. He cheats at cards. ചീട്ട് കളിയിൽ അവൻ വഞ്ചിക്കാറുണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ ഇത് സ്ഥിരമായി ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് ഡൂഡസ് ടാക്ക് ഉപയോഗിച്ചത്. ഡസ് പ്ലസ് ചീറ്റ് ആണ് ഇവിടെ ചീറ്റ്സ്. ഇപ്പോൾ ഗ്രാമർ ക്ലാസ്സുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ചീറ്റ് ചെയ്തു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മളോട് പറയേണ്ടത് ഹി ചീറ്റഡ് അറ്റ് കാർഡ്സ്. കാർഡ്സിൽ എന്നെ ചീറ്റ് ചെയ്തു എന്നാണ് പറയേണ്ടതെങ്കിൽ ഹി ചീറ്റഡ് അറ്റ് കാർഡ്സ് യെസ്റ്റർഡേ. ഇന്നലെ എന്നുള്ള വാക്ക് അവിടെ ആഡ് ചെയ്യണം. ഇപ്പോൾ എന്നെ എന്നുള്ള വാക്ക് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ മീ എന്ന വാക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഹി ചീറ്റഡ് മീ അറ്റ് കാർഡ്സ് യെസ്റ്റർഡേ എന്നാക്കണം. ഹി ചീറ്റഡ് മീ അറ്റ് കാർഡ്സ് യെസ്റ്റർഡേ. ദ ലാസ്റ്റ് വേർഡ് ഈസ് ച്യൂ. ചവയ്ക്കുക എന്നാണ് അർത്ഥം. ടു ക്രഷ് ഫുഡ് ഇൻ ടു സ്മോളർ സോഫ്റ്റർ പീസസ് വിത്ത് ദ ടീത്ത് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി swallowed. നമ്മളിൽ കുറച്ച് വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. swallow എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നാണ് അർത്ഥം. ക്രഷ് എന്ന് പറഞ്ഞാൽ ചതയ്ക്കുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് അറിയുന്ന വാക്കുകളാണ്. ഇതിൽ 4 ഫോമുകൾ നമുക്ക് നോക്കാം. ച്യൂ, ച്യൂഡ്, ച്യൂഡ്, ച്യൂയിങ്. ആഫ്റ്റർ ദി ഓപ്പറേഷൻ നമുക്കറിയാം വവൽ സൗണ്ട്സ് ആണെങ്കിൽ ദ എന്നല്ല ദി എന്നാണ് ഉച്ചരിക്കേണ്ടത്. ആഫ്റ്റർ ദി ഓപ്പറേഷൻ യു മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ച്യൂ ആൻഡ് swallow.
ശസ്ത്രക്രിയയ്ക്ക് ശേഷം നിങ്ങൾക്ക് ചവയ്ക്കാനും വിഴുങ്ങാനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ച്യൂ ചവയ്ക്കുക, സ്വാളോ വിഴുങ്ങുക. ഒരു പക്ഷേ നിനക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം എന്നൊരു മീനിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. യു മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. ഒരു പക്ഷേ എന്നൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മേ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി മേ മൈറ്റ് എങ്ങനെ ഉപയോഗിക്കാം, മോഡൽ ഓപ്ഷൻസ് എങ്ങനെ ഉപയോഗിക്കാം, പാസീവ് വോയിസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ഇംഗ്ലീഷ് ടീച്ചേഴ്സുമായി ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. വൊക്കാബുലറി വീഡിയോസ് മാത്രമല്ല ഗ്രാമർ വീഡിയോസും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന ഒരു പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും. ഈ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു സ്പെഷ്യൽ ബുക്കും ഞങ്ങൾ ഡിസൈൻ ചെയ്ത ഒരു സ്പെഷ്യൽ ബുക്കും ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ബുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 550 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കൊറിയറായിട്ട് ഞങ്ങൾ ഈ ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം താഴെ കാണുന്ന ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യൂ. Thanks for watching.